സോ വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സ്ട്രാ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യം തരുന്നു. ഇന്ന് ഖത്തർ നാഷണൽ ഡേ ആണ്. ഡിസംബർ 18 എന്ന് പറയുന്നത് ഖത്തർ നാഷണൽ ഡേ ആണ്. ഇന്നാണ് ഖത്തറിലെ ഫിഫ അറബ് കപ്പിൻ്റെ ഫൈനൽ ആൻഡ് ലൂസേഴ്സ് ഫൈനൽ. സോ ഞാനിപ്പോൾ സ്റ്റേഡിയം 974 ആണ്. ഇതാണ് ഞാനിപ്പോൾ ഉള്ള സ്റ്റേഡിയം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞില്ല, അതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേഡിയം 974 ആണ്. 974 ഇപ്പോൾ പുതുതായിട്ട് പേരാണ്. അതിനെക്കുറിച്ച് പിന്നെ വരാം. മുന്നത്തെ പേര് റാസബ് സ്റ്റേഡിയം എന്നായിരുന്നു. അപ്പം ജെറ്റും ഫ്ലൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും മരങ്ങും പറന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഡേ ഉണ്ട്, അതിൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെയാണ് 8 മണി ഇത്ര. സോ ഇന്ന് എനിക്ക് വർക്ക് ഇവിടെയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് റാസബു എന്നായിരുന്നു ആദ്യം, പിന്നീട് 974 ആക്കി കണ്ടെയ്നർ സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നുണ്ട്. കംപ്ലീറ്റ് കണ്ടെയ്നറെ കൊണ്ടാക്കിയാണ് 974 കണ്ടെയ്നർ യൂസ് ചെയ്തിരുന്നത്. അതിനാണ് 974 എന്ന് കേൾക്കുന്ന. 974 ഖത്തറിലെ കൺട്രി കോഡ്, ഇൻ്റർനാഷണൽ ഡയലിംഗ് കോഡും കൂടിയാണ് 974 എന്നത്. കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം, ഒന്നും പറയാനില്ല, അടിപൊളി സ്റ്റേഡിയം. അപ്പോൾ ഇനി 2 സ്റ്റേഡിയം കൂടി ഞാൻ കാണാനുണ്ട്, ബൽബെയ്ത്തും ലിസയിലും. ദിസ് ഇസ് ദ സ്റ്റാഫ് എൻട്രൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാഫ് എൻട്രൻസ്. സോ എല്ലായിടത്തും ലൈക്ക് വർക്ക് ഫോഴ്സ് എൻട്രൻസ് ആണ്. ഇവിടെ ഉള്ളത് സ്റ്റാഫ് എൻട്രൻസ്. അങ്ങനെ നമ്മൾ വർക്ക് ഫോഴ്സ് സെൻ്റർ എത്തി. സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡാണിത്. സോ ലിഫ്റ്റ്, വീൽ ചെയർ ആക്സസിബിലിറ്റി ആണത് ലിഫ്റ്റ്. അടിപൊളി, നല്ല ടൈമിന് പണിയും കിട്ടി, പടം മറിഞ്ഞു. അടിപൊളിയല്ലേ? ഇന്നൊരു 10 മണി വരെ ഇവിടെ എവിടെയെങ്കിലും കൂടാനായിരുന്നു പ്ലാന്. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. പണി, പെയിൻ കില്ലർ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചെറിയ ഡ്രസ്സിങ്ങും ചെയ്തു. എനിവേസ് അത്ര സീരിയസ് ഒന്നുമില്ല, റെസ്റ്റ് എടുത്താൽ തീരാവുന്നേ ഉള്ളൂ. ലഞ്ചിന് സെർവ് ചെയ്താട്ടോ ഇത്. 974 സ്റ്റേഡിയം അതിൻ്റെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളി ഇഞ്ചുറി ടൈം, അതായത് എക്സ്ട്രാ ടൈം സെക്കൻഡ് ഹാഫ്. ഇഞ്ചുറി ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ സ്റ്റേഡിയം ഓൾറെഡി ഇറങ്ങി തുടങ്ങി. കാരണം കുറച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ഭയങ്കരമായിരിക്കും. ഫുള്ള് കണ്ടെയ്നർ കൊണ്ട്, അതുപോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. വേറെ ഒന്നും കോൺക്രീറ്റിന് സാധനം ഇതിലില്ല. ഇത് കംപ്ലീറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പോയിട്ട് കളയും. പിന്നീട് ഒരു പാർക്ക് മാത്രം ഉണ്ടാവുക, ലൈക്ക് കുറേ മെമ്മറി. ഗോളടിച്ചാ ാണ് ഇതിൻ്റെ ഉൾഭാഗം. അടിപൊളി. സ്റ്റേഡിയം കൂളിംഗാണ്, കുറച്ചുണ്ടാകും. സ്റ്റേഡിയം ഇസ് ലൈക്ക് ഷേക്കിംഗ്, റൈറ്റ്? ഫുൾ ഡിഫെൻഡ് ചെയ്ത് കളിച്ചിട്ടാണ് 85% ഡിഫെൻഡ് ചെയ്ത് കളിച്ചതിനാണ് കിട്ടിയത്. സ്റ്റേഡിയം കൂലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒച്ച ഉണ്ടാക്കുമ്പോൾ, ലൈക്ക് ചിയർ ചെയ്യുമ്പോൾ. പെനാൽറ്റി ഷൂട്ട് ഔട്ട്, റെഡി ഫോർ പെനാൽറ്റി. ഖത്തറാണ് ഫസ്റ്റ് കിക്ക് എടുക്കുന്നത്. ഖത്തറിൻ്റെ ഏതാ കളിക്കാരെന്ന് കാണുന്നില്ല. ഓക്കെ, പെനാൽറ്റി വാർ ചെക്കിംഗ് ആണ്. എനിക്കൊന്ന് റീടേക്ക് ആയിരിക്കും. റഫറി റീടേക്ക്, ഒഫൻസ് ബൈ ഗോൾ കീപ്പർ. ഓക്കെ, വീണ്ടും ഒരു പോളിസി ഇട്ടിരിക്കുകയാണ് ഖത്തറിന്. ചാൻസ്, ഗോളാവോ, ഗോൾ. ഓ ഷിറ്റ്,
ഹസൻ അൽ ഹൈദ്രോസ് ഖത്തറിലെ ക്യാപ്റ്റനാണത്. ഇതാണ് ഈ 974 സ്റ്റേറ്റിനകത്തുള്ള വാഷ്റൂം കേട്ടോ. ടോയ്ലറ്റും വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. വോളണ്ടിയേഴ്സ് എല്ലാം അവിടെ എത്തി തുടങ്ങി കേട്ടോ. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമുക്ക് എല്ലാവരെ കുറിച്ച് പറയാതിരിക്കുന്നതല്ല കേട്ടോ. പറഞ്ഞല്ലോ അതന്നെ എന്താ കേക്കാണോ? എല്ലാരും ഇങ്ങോട്ട് പോകും. ഇവിടെ ഇവിടെ അവരവിടെ സെൽഫി എടുക്കും. സൗണ്ട് ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. എന്തൊന്നും മുത്തണ്ട. അതെ, മെസ്സി എല്ലാം പിന്നെ കേറിയാ മതി. അത് നമ്മള് ഇവിടെ കരുതണ പോലെയല്ല കേട്ടോ. പുല്ല് ഇടതൂർന്നിട്ടില്ല കേട്ടോ. ഗ്യാപ്പിന്റെ ഇത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന ഉംസലാലിന്ന് ഉണ്ടാക്കുന്ന പുല്ലാണ്. അവിടുന്ന് വിരിയിക്കുന്നതാണ്. കൃഷി ചെയ്ത് അവിടുന്ന് കാർപ്പറ്റാക്കി കൊണ്ടുവരുന്നേ. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ 974 സ്റ്റേഡിയത്തിലെ പിച്ചിലാണ്. കണ്ടോ, കണ്ടെയ്നർ സ്റ്റേഡിയത്തില് മെസ്സി, നെയ്മർ അങ്ങനെ പലരും വന്ന് കളിക്കാൻ നിൽക്കുന്ന സ്റ്റേഡിയം. ഒരുപാട് ലെജൻസ് കളിക്കേണ്ട സ്റ്റേഡിയമാണ്. കണ്ടാ, അടിപൊളി പിച്ച്, സൂപ്പർ. ഇത് ലൈവ് ആയിട്ട് നാട്ടുകാരെ വെറുപ്പിക്കേണ്ട ഒരാള്. ഇതേ സമയം ഫൈനലാണ് അടുത്ത വർഷം. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും ലൂസേഴ്സ് ഫൈനൽ, വേറെ എവിടെയും ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും ചാൻസ് കുറവാണ് ലൂസേഴ്സ് ഫൈനൽ. സെമി വരെ ഇവിടെ ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഇവിടെ ഉണ്ടാവില്ല. ബെഞ്ച്, ഖത്തർ ടീമിൻ്റെ ബെഞ്ച്, അതുപോലെ ഈജിപ്തിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ കളി ആയതുകൊണ്ട് അടുത്ത കളി ഇത് മാറ്റും. RTV ഇതാണ് കളി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്ഥലം. ഡ്രസ്സിങ് റൂം അവിടെയാണ് വരുന്നത്. കളിക്കാർ ബസ് ഇറങ്ങി വരുന്ന അവിടെ. ഇതാണ് പിച്ചിലേക്ക് പോകുന്നത്, ഇതുവഴിയാണ്. അത് വാറിൻ്റെ TV ആണ് അവിടെ ഉള്ളത്. ഇതിന്ന് ഫൈനൽ, അറബ് കപ്പിൻ്റെ ഫൈനലാണ്. ഇവിടെ ലൂസേഴ്സ് ഫൈനൽ നടന്നത്. ലൈവ് 974 സ്റ്റേഡിയത്തിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ, അതേപോലെ ഫോഴ്സിൻ്റെ ബ്രേക്ക് ഏരിയ. സോ അതാണ് ഇവിടെ വർക്ക് ചെയ്ത വോളണ്ടിയേഴ്സിൻ്റെ ഫോട്ടോസാണ്. എല്ലാ വോളണ്ടിയേഴ്സില്ല, ചില വോളണ്ടിയേഴ്സിൻ്റെ ഫോട്ടോസ് ഉണ്ടാ 974 സോ വന്നപാട് നമ്മൾ അവിടെ നിന്നാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. നമ്മുടെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കോഫി ഇതുണ്ട്. അവിടെ കുറേ ഫോട്ടോസ്, ആദ്യം കുറേ ഫോട്ടോസ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് ഫോട്ടോസ് അങ്ങനത്തെ ഉണ്ട്. പിന്നെ കോഴിക്കോടുകാരൻ, ഇന്ത്യക്കാരൻ, നേപ്പാളി, ബംഗ്ലാദേശ്, വീണ്ടും കേരളക്കാരൻ, വീണ്ടും കാണാം, ശ്രീലങ്ക, മലയാളി തന്നെയാണ് ടോപ്പിൽ ലീഡ് ചെയ്യുന്നത്. ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം മലയാളികൾ തന്നെയായിരിക്കും. നമ്മുടെ കോഴിക്കോട്, ബംഗ്ലാദേശ്, ഇപ്പോൾ ഇതാ വീണ്ടും മലയാളം, മല്ലു. ഇത് നമുക്കറിയുന്ന ടീമാണ്. ആകെ 2-3 സിക്കാരെ കണ്ടിട്ടുള്ളൂ. അതായത് വോളണ്ടിയേഴ്സ് മാത്രം മൊത്തത്തിൽ. അതിലൊരാൾ ഇതാണ്. അടിപൊളി മനുഷ്യനാണ്. അതായത് ഇതാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ്, വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ്. ബ്യൂട്ടിഫുൾ, നോക്കി അടിപൊളി സ്ട്രക്ചർ. രാത്രി പ്രത്യേക ഭംഗിയാട്ടേര്. ഓ മാൻ, അടിപൊളി.
ഇത് മൊത്തം കണ്ടെയ്നർ കൊണ്ടുണ്ടാക്കിയ സ്റ്റേഡിയമാണ്. ഇവിടുന്ന് ഈ ടെൻറ്റുകളുടെ അപ്പുറത്ത് വരുന്നത് കടലാണ്. സോ ഇന്ന് ഡിസംബർ 18 ആണ്. അതുകൊണ്ട് തന്നെ അപ്പം നാഷണൽ ഡേ ആണ്. ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് 4 മണിക്കൂറിന് മുകളിലായി. ഞാൻ ഇത്ര നേരം ഇവിടെ ആയിരുന്നു. എല്ലാവരും പോയിട്ട് മോർ ദാൻ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വർക്ക് ഫോർ സ്റ്റാഫ് ഉണ്ട്, അവരിപ്പം 1.5 മണിക്കൂർ മുന്നേ പോയി. അപ്പോൾ ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്യായിരുന്നു. അപ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നത് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഒന്നാമത് ഒരു ചാലഞ്ച് എൻ്റെ മുന്നിലുള്ളത് വെച്ചാൽ മെട്രോ പലതും ഇപ്പോൾ ബ്ലോക്ക്ഡാണ്. അതുപോലെ തന്നെ റോഡ് പലയിടത്തും ആക്സസ് ഇല്ല നാഷണൽ ഡേ ഉണ്ട്. ട്രാഫിക്കും മറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് വെടിക്കെട്ട് കാണാമെന്ന് പറയാൻ അറിയില്ല എനിക്ക്. അപ്പുറത്ത് കളി ഇപ്പോൾ സമനിലയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അതായത് ഫുൾ ടൈം ആയതിന് ശേഷമാണ് ഇവിടെ വെടിക്കെട്ട് തുടങ്ങുക. സോ എനിക്ക് തോന്നുന്നത് 8 മണി 9 മണീൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. അതായത് എക്സ്ട്രാ ടൈം പോയിട്ടില്ലെങ്കിൽ, പെനാൽറ്റി ഷൂട്ടാവും പോയിട്ടില്ലെങ്കിൽ. ഉണ്ടല്ലോ ഇവൻ എന്താ ഈ സൈൻ ബോർഡ്സ് ഇറക്കം കൊടുത്തിരിക്കുന്നത് കണ്ടെയ്നർ ഉണ്ടാകുന്നു. കയറ്റനം കണ്ടില്ലേ? മോർന്ന് കാണാനൊരു പ്രത്യേക വ്യൂ ഉണ്ട് കേട്ടോ ഇതിന്. ബ്യൂട്ടിഫുൾ സ്റ്റേ. സോ അങ്ങ് കാണുന്നതാണ് സ്പെക്ടേറ്റർ എൻട്രൻസ്, PSA, പബ്ലിക് സ്ക്രീനിങ് ഏരിയ, അങ്ങനെന്താണ് അതിൻ്റെ ഫുൾ നെയിം. കാണുന്നത് ടോയ്ലറ്റ്സിൻ്റെ ആണ്. മോഡൽ കാണാൻ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ. സോ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ കണ്ടെയ്നർ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നത്, വെയിറ്റും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ ഞാൻ മാത്രമുള്ള വരാറുമില്ല. സ്റ്റേഡിയത്തിൽ മെട്രോ സ്റ്റേഷൻ അത്യാവശ്യം നടക്കാറുണ്ട്. എനിക്കൊന്ന് മിക്കവാറും എല്ലാ സ്റ്റേഷനും, പക്ഷേ ഇവിടെ കുറച്ച് അധികം നടക്കാനാണ് തോന്നുന്നത്. ഗുണം എന്ന് വെച്ചാൽ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സൊന്നും കയറാണ്ട് തന്നെ നമുക്ക് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകാം. അങ്ങനെ ഒരു ഗുണമുണ്ട്, അതൊരു പോസിറ്റീവാണ്. സോ ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ അകം. മെട്രോ ഒന്ന് ഇറങ്ങി കോർണിഷിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്താണ് വെടിക്കെട്ടുണ്ട്. ഫുൾ ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് വരെ വെടിക്കെട്ടുണ്ടാണ്. വലിയ പ്രയാസമൊന്നുമില്ല, പക്ഷെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ട്രാഫിക്കിൻ്റെ അവസ്ഥ. ആൾക്കാരൊക്കെയാണ് റോഡിലൂടെ നടക്കുന്നത്. സോ ക്രൗഡഡ്. നാട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. गोल पेनाल्टी गोल है, एक्स्ट्रा टाइम में गोल हो गया. अल्जीरिया, हाँ, यस, गुड. 1-0 right. Thank you bro. സോ അൾജീരിയ ഗോൾ അടിച്ചു. ഇനി ഏത് സമയത്ത് വെടിക്കെട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം അത്രപ്പോഴേക്കും നടക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ക്രൗഡിൻ്റെ അവസ്ഥ. റോഡെല്ലാം ബ്ലോക്കാണ് ഇന്നൊരു ദിവസത്തേക്ക്. കുറേ അങ്ങോട്ട് പോയി വണ്ടികളൊക്കെ ഉള്ള കളികളാണ്. ഡോമിനേറ്റഡ് ബൈ ബാച്ചിലേഴ്സ് മെയിൻലി. ഫാമിലീസും ഉണ്ട് ഓഫ് കോഴ്സ്. ഇവിടെ ബംഗാളികളെ സ്ട്രീറ്റ് ഫുഡ്സ് കച്ചവടം, സ്ട്രീറ്റ് ഫുഡ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തെല്ലാം തെരുവ് കച്ചവടമാണ് കംപ്ലീറ്റ്. ഇന്നത്തെ ദിവസം അധികം വലിയ സീനൊന്നുമില്ല. അവിടെ എല്ലാം കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കച്ചവടം നടക്കുന്നത് എല്ലാം തെരുവ് കച്ചവടമാണ് ഗൈസ്. തെരുവ് കച്ചവടം നടന്ന് നമ്മുടെ കൗണ്ട് ഡൗണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ, കൗണ്ട് ഡൗൺ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് തോന്നുന്നു മിക്കവാറും അടുത്ത 5-10 മിനിറ്റിനകം വെടിക്കെട്ട് തുടങ്ങും. നാഷണൽ ഡേ പരേഡിനോട് സെറ്റ് ചെയ്ത ഗാലറിയാണ് ആ കാണുന്നത്. ദൂരെ ഉണ്ടില്ല, അവർ ഫുള്ളായിരിക്കുകയാണ്. അവിടെ കളി വെച്ചിട്ടുണ്ട് TV സ്ക്രീനിൽ. ഉണ്ട്, ലൈവ് കളി അവിടെ നടക്കുന്നുണ്ട്. ഫുള്ള് തിരക്കാണ് ഇവിടെ, വൻ തിരക്കാണ്. ഈ ഭാഗത്ത് മറ്റേ റോഡ് ബ്ലോക്കാണ്, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അവിടെ അടക്കം ആൾക്കാർ കയറാൻ നോക്കുന്നുണ്ട്.
നോക്കിയാട്ടെ ക്രൗഡ് നോക്കിയേ. എക്സ്ട്രാ ടൈം കഴിയാൻ 1 മിനിറ്റും കൂടി. 1-0 അൾജീരിയ മുന്നോട്ടേക്കുക. പിന്നെ മോനെ വെടിക്കെട്ടുണ്ടായതാ. അവിടെയൊക്കെ തീയണ്ട കത്തുന്ന്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ബോട്ടിന് പോകണം, പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലെല്ലാം കത്തുന്നുണ്ട് ചെറുതര്, അത് കുറച്ചധികം കത്തുന്നുണ്ട് അവിടെ. ഇതെന്ത് വെള്ളമെന്ന് എന്നോട് ചോദിക്കരുത് ആരും. നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഒന്നുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ വീണ്ടും അത് പടക്കം പൊട്ടി വീണ്ടും. പ്രാവശ്യം ഉണ്ടായി മറ്റേ ഭാഗത്തുനിന്ന് ആ നടക്കുന്നില്ല, ഉണ്ട് അതാ പൊട്ടുന്ന ഇതേ പോണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആണ് ചോരി. സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പാർക്കിലാണ്. ഫാമിലീസും കപ്പിൾസൊക്കെ ഒരുപാട് വരുന്നൊരു പാർക്ക്. സോ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. സോ ഇത് ടണലാണ്, വളരെ ഫേമസ് ആയ അംബ്രല്ല ടണലാണ്. മെട്രോയിലേക്കാണ് നേരിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ട് ടൈമാണ്. സോ അവിടെ വല്ല സ്റ്റണ്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. മറ്റേ ഭാഗത്തൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനതൊക്കെ കാണിക്കാതിരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. വരെ ബൈ ബൈ. അപ്പോൾ ഞാൻ തിരിച്ച് റാസബു സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റാസബു സ്റ്റേഡിയമാണ്, അവിടത്തേക്ക് ഞാൻ പോയിക്കൊണ്ട് ട്രെയിനിൽ ഞാൻ മാത്രം.